ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു മസാലപ്പൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കറിയൊന്നും വേണ്ടാതെ തന്നെ കഴിക്കാൻ പറ്റി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കല്ല. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു 2 പിടിയോളം മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഒത്തിരി മസാലകളൊന്നും ഇല്ലാതെ ഒത്തിരി ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിനി എരിവിനായിട്ട് ഞാനിവിടെ ഒരു 4 നല്ല എരിവുള്ള പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ 2ആയിട്ട് മുറിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം സവാള ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പാത്രം എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടി ഞാനിവിടെ ഒരു 3 കപ്പോളം എടുക്കുന്നുണ്ട്. ഇത് കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. 3 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ 1 സ്പൂണോളം റവ, 1/2 സ്പൂണോളം ജീരകം പൊടിച്ചെടുത്തതാണ് ക്യൂമിൻ സീഡ്, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/2 സ്പൂണോളം തന്നെ അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് അജ്വാൻ എന്നൊക്കെ പറയും. നമുക്കിത് വളരെ നല്ലതാണ്, നല്ലൊരു മണമാണ് കേട്ടോ. ഇത് കയ്യിലിട്ടൊന്നിങ്ങനെ തിരുമ്മി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയും പച്ചമുളകും എല്ലാം കൂടിയുള്ള കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഈ മസാല മാത്രം ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതുപോലെ സാധാരണ വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചപ്പാത്തി പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറിലാണ് ഇരിക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മാത്രം മതി കേട്ടോ. വേണമെങ്കിൽ മാത്രം 1 സ്പൂണ് എണ്ണ ഒന്നിങ്ങനെ തടവി കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് നേരത്തിന് ശേഷം ഞാനിത് തുറന്നെടുക്കുകയാണ്. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക കേട്ടോ. പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ആണ് ഉണ്ടാവുക കേട്ടോ. ഇത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. കുട്ടികൾക്ക് ടിഫിനായിട്ടും കൊടുക്കാം കേട്ടോ. സ്കൂളിലേക്കാണെങ്കിലും ഓഫീസിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും വളരെ എളുപ്പമാണ്. നമുക്കിതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും വേണ്ട. അപ്പോൾ ഇനി ഇത് ഈ ഒരു രീതിയിലെടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കണം കേട്ടോ. വേണമെങ്കിൽ മാത്രം കുറച്ച് എണ്ണ തടവി കൊടുക്കാം കയ്യിലൊക്കെ. അപ്പോൾ അതാ ഇത്രയും വലുപ്പത്തിലാണ്. ഇനി നമ്മൾ പത്തിരി പ്രസ്, നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പത്തിരി പ്രസ് ഇതുപോലൊരു കവറ് അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പത്തിരി പ്രസ്സിൻ്റെ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവാൻ വെച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒത്തിരി വലിപ്പമൊന്നും വേണ്ട കേട്ടോ. സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന ഒരു വലിപ്പം മാത്രമേ വേണ്ടുള്ളൂ. ഇങ്ങനെ കവറ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ 2 സൈഡിലും ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേപ്പിലാണ് കിട്ടുക കേട്ടോ. ഒരുപാട് ഇതുപോലെ കനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല മണമാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നിരത്തി ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇതുപോലെ പൂരി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഷേപ്പിൽ കിട്ടും പത്തിരി പ്രസ്സിലാവുമ്പോൾ, ഒട്ടും പൊടിയൊന്നും ചേർക്കാതെ. ഇനിതാ ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലിട്ട് നല്ലോണം ഇതിനെ ഒന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായി കെടുക്കണം, എന്നാലാണ് ഇതിങ്ങനെ പൊള്ളി വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ തന്നെ വെക്കണം. അതിന് ശേഷം ഇതുപോലൊരു തവി വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് പ്രസ് ചെയ്യരുത്. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. ഈ ഒരു രീതിയിൽ നല്ല ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല പൂരിയുടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ കിച്ചണൊക്കെ ഒരു പ്രത്യേക ഒരു മണമാണ്. നമ്മളിതിൽ ഈ മസാലയൊക്കെ ചേർത്തതുകൊണ്ടാണ് കേട്ടോ. റോ മസാലയൊക്കെ കൂടുതൽ ചേർത്തതുകൊണ്ട്. അപ്പോൾ അടുത്തതും കൂടെ ഒരെണ്ണം കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കി നല്ല ചൂടിൽ തന്നെ കഴിക്കണം കേട്ടോ. വേറെ കറിയൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നല്ല പൊള്ളച്ചാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ
ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ ഇത്, മസാലപ്പൂരി. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു പൂരിയാണ്. അപ്പോൾ അത് 2 സൈഡ് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് തന്നെ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള മസാലപ്പൂരിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മാത്രം വെജിറ്റബിൾ ഇതുപോലെ ഒട്ടും തന്നെ കറിയില്ലാതെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഈസി റെസിപ്പീസ് ഒരു അടുത്ത വീഡിയോയിൽ കാണാം.